പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഇനി അടുത്ത ഒരു പ്രാർത്ഥനയുടെ വെളിപാടിൽ അടുത്തൊരു ഭാഗത്തിലേക്ക് തിരിയുന്നു. യാചനാ പ്രാർത്ഥന 2629, പേജ് നമ്പർ 635. 2629, 26, 29. പുതിയ നിയമത്തിൽ യാചന പദസമുച്ചയത്തിന് സമ്പന്നമായ അർത്ഥവൈവിധ്യമുണ്ട്. ചോദിക്കുക, ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക, നിലവിളിക്കുക, പ്രാർത്ഥനയിൽ വാദിക്കുക. അതിലേറ്റവും സ്വാഭാവികവും സാധാരണവുമായ രൂപം യാചനയാണ്. യാചനാരൂപത്തിലുള്ള പ്രാർത്ഥന വഴിയാണ് ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റിയുള്ള നമ്മുടെ അവബോധം നാം പ്രകടമാക്കുന്നത്. യാചന നാം സൃഷ്ടികളാണ്. നമ്മുടെ ആരംഭത്തിന് കാരണക്കാർ നാം അല്ല. അതുപോലെ തന്നെ നാം ജീവിത ക്ലേശങ്ങളുടെ നിയന്താക്കളോ നമ്മുടെ തന്നെ അന്തിമ ലക്ഷ്യമോ അല്ല. അതുപോലെ തന്നെ നാം ജീവിത ക്ലേശങ്ങളുടെ നിയന്താക്കളോ നമ്മുടെ തന്നെ അന്തിമ ലക്ഷ്യമോ അല്ല. നാം പാപികളാണ്. നമ്മുടെ പിതാവിനെ വിട്ടകന്നു പോകുന്ന പാപികളാണ് നാം എന്ന ക്രൈസ്തവരായ നമുക്കറിയാം. നമ്മുടെ യാചന ദൈവത്തിലേക്കുള്ള ഒരുതരം തിരിച്ചുവരവാണ്. അപ്പോൾ പ്രധാനമായിട്ടും യാചന പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് നമ്മുടെ എളിമയിൽ നിന്നാണ്. സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടിയായ മനുഷ്യൻ യാചിക്കുന്നു. എന്തവസ്ഥയിലാണ് അവൻ? സൃഷ്ടാവിൽ നിന്ന് പാപം മൂലം അകന്നുപോയ അവൻ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള യാചനയാണ്. സൃഷ്ടാവിൽ നിന്ന് പാപം മൂലം അകന്നുപോയ അവൻ്റെ തിരിച്ചുവരവ്. ഇത് കൂടുതലായിട്ട് അടുത്ത ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 396 ഖണ്ഡികയിലേക്ക് നമുക്ക് പോകാം. അവിടെ കൂടുതൽ വിശദമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നതെന്ന്. 396 ഉദ്ഭവഭാവത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ഉദ്ഭവഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പാപിയായ മനുഷ്യനിൽ വസിക്കുമോ? തീർച്ചയായും. പരിശുദ്ധാത്മാവ് പാപിയിൽ വന്ന് അവന് പാപബോധം നൽകി അവന് വിശുദ്ധീകരിക്കുന്നതിനുള്ള ദൗത്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാപം ചെയ്യുന്നവന് പരിശുദ്ധാത്മാവ് വിട്ടുപോകും എന്നുള്ള ആ തെറ്റായ ബോധ്യം നമ്മളിൽ നിന്ന് മാറണം. ഓക്കെ, ഇവിടെ പറയുന്നത് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. 396 അവനെ തൻ്റെ സൗഹൃദത്തിൽ സ്ഥാപിച്ചു. ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്
എന്ന വിലക്ക് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും. ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം പ്രതീകാത്മകമായി ദ്യോതിപ്പിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം, സൃഷ്ടി എന്ന നിലയ്ക്ക് മനുഷ്യനുള്ള മറികടക്കാനാവാത്ത പരിമിതികളെയാണ്. മറികടക്കാനാവാത്ത പരിമിതി. സൃഷ്ടി എന്ന നിലയ്ക്ക് മനുഷ്യനുള്ള മറികടക്കാനാവാത്ത പരിമിതികളെയാണ്. ഈ പരിമിതികളെ സ്വതന്ത്രമായി അംഗീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ഇവയെ ആദരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു. സൃഷ്ടി നിയമങ്ങൾക്കും സ്വാതന്ത്ര്യ വിനിയോഗത്തെ നിയന്ത്രിക്കുന്ന ധാർമ്മിക അനുശാസനകൾക്കും അവൻ വിധേയനാണ്. അതാണ് ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല. ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ, അതാണ് പ്രധാന പോയിന്റ്, നമ്മൾ എളിമപ്പെട്ട് ദൈവത്തിന് വിധേയരായിരിക്കണം. അതിൽ നിന്നാണ് ദൈവത്തെ അനുസരണം വരുന്നത്. ദൈവത്തിനുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന വിലക്ക് ഈ കാര്യം വ്യക്തമാക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം പ്രതീകാത്മകമായി ദ്യോതിപ്പിക്കുന്നത് സൃഷ്ടി എന്ന നിലയ്ക്ക് മനുഷ്യനുള്ള മറികടക്കാനാവാത്ത പരിമിതികളെയാണ്. ഈ പരിമിതികളെ സ്വതന്ത്രമായി അംഗീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടെ ഇവയെ ആദരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു. സൃഷ്ടി നിയമങ്ങൾക്കും സ്വാതന്ത്ര്യ വിനിയോഗത്തെ നിയന്ത്രിക്കുന്ന ധാർമ്മിക അനുശാസനകൾക്കും അവൻ വിധേയനാണ്. അപ്പോൾ നമ്മുടെ യാചന പ്രാർത്ഥനയുടെ ആ മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അതിനെ തുടർന്ന് നമുക്ക് പഠിക്കാം. 2630 പഴയ നിയമത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണുന്നില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശാനിർഭരമാണ്. അതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. പഴയ നിയമത്തിലും ഓരോ സംഭവങ്ങൾ നടക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയുടെ പിന്നോട്ടുള്ള പ്രസരണത്തിലൂടെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫായും ഒമേഗായുമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ആൽഫായും ഒമേഗായും.
എന്നാൽ ഈ ആൽഫായും ഒമേഗായുമാകുന്ന കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അത്ഭുത ശക്തി, ആ ശക്തിക്ക്, ഉയർപ്പിൻ്റെ ശക്തി മഹത്വീകരിക്കപ്പെട്ട ശക്തിയാണ്. ആ ശക്തിക്ക് പിന്നോട്ടും പോകാം, മുന്നോട്ടും പോകാം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം 1 കൊരിന്ത്യസ് കറക്റ്റ് കിട്ടി. 1 കൊരിന്ത്യസ് 15:14, 1 കൊരിന്ത്യസ് 15:17 ഇതിലെല്ലാം പറയുന്നത് ഉയർപ്പിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മാത്രമല്ല 17 ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. അപ്പോൾ നമ്മളുടെ പാപങ്ങൾക്ക് പൊറുതി കിട്ടുന്നത് നമ്മുടെ കരച്ചിൽ കൊണ്ടൊന്നുമല്ല. നമ്മൾ കരയണം, പക്ഷേ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു ഉയർത്തെഴുന്നേറ്റ് പുതുജീവൻ നൽകിയിരിക്കുന്നു. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഈ അവസ്ഥയുടെ ഒരു മുൻ അനുഭവമാണ് പഴയ നിയമത്തിലെങ്കിൽ, പുതിയ നിയമത്തിൽ ഈ അവസ്ഥ തന്നെ നമുക്ക് പൂർണ്ണമായി നൽകുകയാണ്. നമ്മൾ 2616 ഖണ്ഡികയിൽ വളരെ സമയമെടുത്ത് പഠിച്ചു. ഈശോ പരസ്യ ജീവിതത്തിൽ നടത്തിയ എല്ലാ പ്രാർത്ഥനകളും അത്ഭുതങ്ങളും ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പിൻ്റെ മുൻകൂർ അനുഭവമായിരുന്നു. നമ്മൾക്കിപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ ബൈബിളിലെ ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ അർത്ഥത്തിൽ അങ്ങ് മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ ആ സംഭവം ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായിട്ട് നമ്മൾ അതിനെ കണക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു സംഭവം നമ്മൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായിട്ട് അതിനെ യോജിപ്പിക്കുന്നില്ല. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഏത് ക്രിസ്തുവിൽ? മലമുകളിൽ പ്രസംഗിച്ചും പലസ്തീനായിലെ തെരുവുകളിൽ സൗഖ്യം നടത്തിയും പ്രഘോഷണം നടത്തിയും നടന്ന ആ ക്രിസ്തുവിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ആണ്. എന്നാൽ ആ ക്രിസ്തു ഇന്നും പലസ്തീനായിലെ തെരുവിൽ നടക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ക്രിസ്തു നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, മരിച്ചു, ഉയർത്ത് ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നു. അതാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ഉണ്ടാകുന്നത് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ക്രിസ്തു അറിയാതെ നമ്മളിലൊന്നും നടക്കുന്നില്ല. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ആ ശക്തി ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ അപാരമായ ഒരു തുടിപ്പ് വരും, ഒരാവേശം വരും, ഒരു ധൈര്യം വരും. അതാണ് ക്രിസ്തീയ ശക്തി. അതാണ് ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ 2630 പഴയ നിയമത്തിൽ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ, വിലാപങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം തന്നെയുണ്ട്. അത് ജെറുസലേമിൽ നിന്നും ഇസ്രായേൽ ജനത വീണ്ടും
അടിമത്വത്തിലേക്ക് പോയപ്പോഴുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവർ ദൈവത്തെ പൂർണ്ണമായി തിരസ്കരിച്ച അവസ്ഥയാണത്. ഇതിനെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് പഴയ നിയമത്തിൽ തന്നെ പുതിയ പ്രവചനങ്ങളുണ്ടായി. ആ അർത്ഥത്തിലാണ് യേശയ്യായും ജെറമിയായും എസെക്കിയേൽ പ്രവചനങ്ങളെല്ലാം വായിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് യേശയ്യാ ആരംഭിക്കുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് മത്സരിക്കുന്നു. കണ്ടോ, വിധേയത്വമില്ല, ദൈവത്തോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എൻ ജനം അറിയുന്നില്ല. ദൈവത്തോട് മത്സരിക്കുന്ന ഒരവസ്ഥ ഇത് നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ മക്കളും ചിലപ്പോൾ നമ്മുടെ ഭർത്താവും നമ്മുടെ പരിചയമുള്ള ഒരുപാട് പേര് ഇന്നും ഈ അവസ്ഥയിലാണ്. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല ദൈവം സൃഷ്ടാവാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ എങ്ങനെ അതിനെ വിജയിക്കാൻ പറ്റും? അതിന് പുതിയ നിയമം ആവശ്യമാണ്. എന്താണ്? അപ്പോൾ ആ അർത്ഥത്തിലാണ് അന്ന് ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ അവരുടെ യെശയ്യായിൽ തന്നെ പറഞ്ഞു, 1-ാം അധ്യായത്തിൽ, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവൊള്ള പോലെ ആക്കും, വരുവിൻ, നമുക്ക് ഒരുമിക്കാം, നമുക്ക് രമ്യപ്പെടാം. യെശയ്യാ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വഴിതെറ്റിപ്പോയ, ദൈവത്തെ അനുസരിക്കാതെ നീങ്ങിയ ജനത്തെ ദൈവം തന്നെ കരുണയോടെ കണ്ടുകൊണ്ട് അവരോട് ക്ഷമിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ജെറമിയാ പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും പ്രത്യാശയ്ക്കുമുള്ള പദ്ധതിയാണ്. എന്താണത്? നിങ്ങളുടെ പാപം മൂലം ഞാൻ നിങ്ങളെ നശിപ്പിക്കില്ല, നിങ്ങൾക്ക് ശുഭകരമായൊരു ഭാവി, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും, നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിലാണ്, ആ ഒരു ഭൗതികമായ അർത്ഥത്തിലല്ലേ അല്ല. അതുപോലെ എസെക്കിയേലിൽ പറയുന്നത്, കർത്താവ് പറഞ്ഞു, നീ ആ വരണ്ട അസ്ഥികളോട് പ്രവചിക്കുവിൻ, അവയ്ക്ക് മാംസം വയ്ക്കും, അവയ്ക്ക് ജീവൻ വയ്ക്കും, അവ ഉയർത്തെഴുന്നേൽക്കും, അവ തിരിച്ചു വരും. ഇത് ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാതെ വന്ന് അവർ അടിമത്തത്തിൽ പോയ ആ അവസ്ഥയിൽ നിന്നും അവരെ കൊണ്ടുവരുന്നതാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, ഞാൻ നിങ്ങളുടെ സകല അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, ഞാൻ നിങ്ങൾക്കൊരു നവചൈതന്യം നൽകും എന്ന് എസെക്കിയേലിൽ പറയുന്നതെല്ലാം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ പ്രതിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, പഴയ നിയമത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണാനില്ല. നാം എപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും, കണ്ടോ, പോയിന്റ് വരികയാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശ നിർഭരമാണ്. നെടുവീർപ്പുകൾ എന്ന് വിശുദ്ധ പൗലോസ് വിളിക്കുന്ന ക്രൈസ്തവ യാചന മറ്റൊരു അഗാധതയിൽ നിന്ന് ഉയരുന്നു. അതായത് പ്രസവവേദന അനുഭവിക്കുന്ന സൃഷ്ടിയിൽ നിന്നും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന നമ്മിൽ നിന്ന് ഉയരുന്നു.
പ്രത്യാശയിലാണ് നമുക്ക് രക്ഷ കൈവന്നത്. പക്ഷെ ഒടുവിൽ വാക്കുകൾക്കപ്രാപ്യമായ തേങ്ങലുകളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൗർബല്യത്തിൽ നമ്മെ സഹായിക്കുന്നു. എന്നാൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ യാചനകളെല്ലാം മാനുഷികതയിൽ നിന്നും ആത്മീയതയിലേക്ക് ഉയരുന്നത് പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ശക്തിയായി. ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾക്ക് സാധ്യമല്ലാതെ. അതന്ന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളെ നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ തന്നെ എടുക്കുമ്പോൾ, നമ്മൾ ഈ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരണം. ഇന്ന് നമ്മളിൽ വസിക്കുന്നത് ആരാ? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അതാണ് റോമർ 8:11 പൗലോസ് ശ്ലീഹ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. ഉണ്ടെങ്കിൽ എന്ന് പറയണത് എന്തുകൊണ്ടാണ്? അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ച എല്ലാവരും, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ? നമ്മളിലുള്ളത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണോ? ഉയർത്തെഴുന്നേൽപ്പിൽ പ്രവർത്തിച്ച കർത്താവാണോ? ആണ്. അത് വിശ്വസിക്കൂ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, റോമർ 8:11, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നമ്മളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും. നമ്മളെയും ഇവിടെ വെച്ച് തന്നെ ആ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ശക്തിപ്പെടുത്തും. ഈ അർത്ഥത്തിലാണ് നമ്മുടെ എല്ലാ യാചനകളും നീങ്ങേണ്ടത്. ഇവിടെ 2090 ഖണ്ഡികയിൽ എന്താ പറയണേ നോക്കാം. നീ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ പ്രത്യാശയാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് സ്വന്തം ശക്തികൾ കൊണ്ട് ദൈവിക സ്നേഹത്തോട് പൂർണ്ണമായി പ്രത്യുത്തരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് പ്രതിസ്നേഹം നൽകാനും സ്നേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ട കഴിവ് ദൈവം തനിക്ക് നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. ദൈവസ്നേഹത്തെ എതിർക്കുന്നതിനെയും ശിക്ഷയ്ക്ക് കാരണമാകുന്നതിനെയും സംബന്ധിച്ച ഭയമാണത്. അതാണ് ദൈവഭയം എന്ന് പറയണത്. ഭയം എന്ന് പറഞ്ഞാൽ അത് ദൈവസ്നേഹത്തെ എതിർക്കുന്നതിനെയും ശിക്ഷയ്ക്ക് കാരണമാക്കുന്നതിനെയും സംബന്ധിച്ച ഭയമാണത്. ഒന്നുകൂടി, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ വിളിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് സ്വന്തം ശക്തി കൊണ്ട് ദൈവിക സ്നേഹത്തോട് പൂർണ്ണമായി പ്രത്യുത്തരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് പ്രതിസ്നേഹം നൽകാനും സ്നേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ട കഴിവ് ദൈവം തനിക്ക് നൽകുമെന്ന് മനുഷ്യൻ പ്രത്യാശിക്കണം. ദൈവം നമുക്ക് നൽകണം. അതാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉത്ഥാനത്തിന് ശേഷം ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും നമ്മളിൽ വസിക്കുന്നു. ആ ദൈവമാണ് നമ്മുടെ ഇടയൻ, നമ്മളെ നയിക്കുന്നവൻ. അപ്പോൾ വീണ്ടും നമുക്ക് ഈ പേജിലേക്ക് വരാം. പഴയ നിയമത്തിൽ
കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിലാപ പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ തീരെ കാണുന്നില്ല. നാം ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സഭയുടെ പ്രാർത്ഥന പ്രത്യാശ നിർഭരമാണ്. അതാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ആ ഉയർപ്പിൻ്റെ ചൈതന്യം നമ്മളെ ഉയർപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഇനി 2631 യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരനെ പോലെ ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണിത്. വിശ്വാസപൂർവകമായ വിനയം, അതാണ് വിശ്വാസത്തെ അടിസ്ഥാനപ്പെട്ടുള്ള വിനയം. ചുമ്മാ വിനയപ്പെടുകയല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും നമ്മൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിനയം മനുഷ്യനില്ലാത്തത്? ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ വിനയം ഉണ്ടാകേണ്ടത്. നമ്മൾ ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ കുറവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുണ്ടാകുകയും നമ്മുടെ കുറവുകളെ പ്രതി നമ്മൾ മാപ്പിരക്കുകയും ചെയ്യും. കർത്താവേ, പാപിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പല പാപങ്ങളും വീണ്ടും വീണ്ടും നമ്മളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അനതാപത്തിലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരവസ്ഥയും ഇന്ന് ലോകത്തിൽ ഉണ്ടാകേണ്ട ഒരവസ്ഥ ഇതാണ്. നമ്മൾ ഭയങ്കര ഡമ്പിൽ സംസാരിക്കുകയും പ്രഘോഷിക്കുകയും ദൈവത്തോട് എളിമയോടെ കാണാതെ സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചില യുവാക്കളെയും വളരെ വിദ്യാഭ്യാസമുള്ള പലരിലും നമ്മളിത് കാണുന്നുണ്ട്. അവരെല്ലാം ചിലപ്പോൾ വിചാരിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചു പോകുന്നതെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആ ജ്ഞാനവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും അവരപ്പോൾ കാണുന്നില്ല. അതാണ്, നമ്മുടെ ഒരു കഴിവുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വലിയ അഭിഷേകമാവും. ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകം വരുന്നുണ്ട്, കണ്ടോ? വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവും നമ്മൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതിന് ഫലമായി നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതാണ്, ആ വിനയത്തോടെ മാത്രമേ ദൈവവുമായിട്ട് നമ്മളെ ഒന്നാകാൻ പറ്റുകയുള്ളൂ. മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിന് വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും ആവശ്യമായ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ എന്നും നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ലത്തീൻ കുർബാനയിൽ ആരംഭത്തിൽ തന്നെ, സിറോ മലബാർ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുൻപായിട്ട് അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. അതിൽ നമ്മൾ മാപ്പ് ചോദിക്കുന്നു. 2838 സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണത്. 2838
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഈ യാചന ആശ്ചര്യം ജനിപ്പിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗം, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇത് കർത്തൃപ്രാർത്ഥനയുടെ ആദ്യത്തെ 3 യാചനകളിൽ പരോക്ഷമായി ഉൾപ്പെടുമായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ബലി പാപപരിഹാരത്തിനാണ്. എന്നാൽ രണ്ടാം ഭാഗം അനുസരിച്ച് ഒരു നിബന്ധന കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നമ്മുടെ യാചന കേൾക്കപ്പെടുകയില്ല. ഈ യാചന ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാരണം നമ്മുടെ പ്രത്യുത്തരം ആദ്യം വരണം. പോലെ എന്ന വാക്ക് അവയെ ഒരു തരത്തിൽ ബന്ധിപ്പിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. കേട്ടോ, പോലെ. പ്രൈസ് ദ ലോർഡ്. നമുക്കിവിടെ നിർത്താം. നമുക്ക് സ്വതന്ത്രമായി പ്രാർത്ഥിക്കാം.